ഹേ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ ഇന്ന് പിന്നെ കാർ സിമുലേറ്റർ 2 വന്ന് കളിക്കാം. അപ്പോൾ അതേ സമയം എടുക്കാണ്ട് വീഡിയോയിലേക്ക് നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്കറിയായിരിക്കും, ലാസ്റ്റ് വീഡിയോ നമുക്ക് ഒരു സുപ്രേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പോൾ വോക്കറിൻ്റെ സുപ്ര നമുക്ക് റോണി ഗിഫ്റ്റ് ചെയ്തതാണ്. സോ നമുക്ക് ഇനി പോയിട്ട് ഒന്നും കൂടി ഒരു കാർ എടുക്കാനാണ് പോകുന്നത്. ഇത് പോർഷാണ്, പോർഷിൻ്റെ ഒരു വണ്ടിയാണ്. സോ അത് നമുക്ക് റോണിൻ്റെ അടുത്ത് പോവാം. ഓക്കെ, ഞാൻ റോണിനോട് സംസാരിച്ചു. അപ്പം നമുക്ക് പോർഷ തരും, പക്ഷേ എങ്കിൽ ഒരു ഡ്രിഫ്റ്റ് റേസ് കളിക്കണം. ഒന്നല്ല, 2 ഡ്രിഫ്റ്റ് റേസ് കളിക്കണം. എന്നാലേ നമുക്ക് പോർഷ തരും. പോർഷിൻ്റെ GT3 RS ആണ് കിട്ടുക. സോ നമുക്ക് ആദ്യം അയക്കണം, അതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എത്താനായിരുന്നു. അപ്പം റോണി നമുക്ക് ലൊക്കേഷൻ അയച്ചിരുന്നു. എനിക്കറിയാം എന്തായാലും സ്റ്റേഡിയത്തിൽ ഡ്രിഫ്റ്റ് ഉള്ളൂ. സോ ഞാൻ സ്റ്റേഡിയത്തിലെത്തിന് 1 കിലോമീറ്റർ കൂടി. എനിക്ക് പെട്രോൾ കിട്ടുമല്ലോ, പെട്രോൾ അടിച്ചിട്ട്. ഓക്കെ, ഞാൻ സ്റ്റേഡിയത്തിൽ ഇപ്പം എത്താനായി. എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു 4000 സ്കോർ എത്തിക്കണം, എന്നാലേ നമ്മൾ ജയിക്കും. സോ സ്റ്റാർട്ട്. സൂപ്പറായ ഡ്രിഫ്റ്റിങ്ങിൻ്റെ ആയതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും. ഇതാവുന്നുണ്ട്, സ്വന്തം 50% ആയി. ആവൂലേ സൂപ്പറിനെ കൊണ്ട്? എൻ്റെ ഡ്രൈവിൻ്റെ അടുപ്പം സൂപ്പർ അടിപൊളി ചെയ്യുന്നുണ്ട്. ഞാൻ ഡ്രൈവിങ് തോന്നില്ലാവും. ഓ അത്രയുള്ളൂ. ലാസ്റ്റ് 4000 സംതിങ് ഞാൻ വെച്ചാവൂലെന്ന്. ഓക്കെ, ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യണം, എന്നാലേ നമ്മളെ GT3 RS കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് 5000 വേണം. സാധാരണ കഴിഞ്ഞതിൽ 4000 ആയിരുന്നു, ഇത് 5000. കുറച്ചും കൂടെ പാടായിരിക്കും. ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്യാൻ അത്ര ആവുന്നില്ല. Okay, 620. Okay, 2800 എത്തി. 50% പോലും ആയിട്ടില്ല. ഇതിനെ കുറച്ച് ആക്കാം. ഓക്കെ, ഞാൻ 2 റേസും കംപ്ലീറ്റ് ചെയ്തിട്ട് റോണിയുടെ അടുത്ത് വന്നു. ഇനി റോണിയുടെ അടുത്ത് പോയി പറയട്ടെ. നമുക്ക് നമ്മൾ 2 ഡ്രിഫ്റ്റ് റേസും കംപ്ലീറ്റ് ചെയ്ത് തന്നു.
ഓക്കെ, ഞാൻ റോണിയോട് പറഞ്ഞ് സാറിനെ പോലെ തന്നെ ടൈം എടുക്കുമെന്ന് പറഞ്ഞ വണ്ടി വരാം. ഓക്കെ, റോണീൻ്റെ കോൾ വന്നിട്ടായിരുന്നു. സോ ഞാനിപ്പോൾ ഉറുസാന്ന് എടുത്തിട്ട്, കാരണം കുറേ ഈ വണ്ടി വാങ്ങിച്ചിട്ട് എന്നിട്ട് ഞാനിത് അത്ര ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ചെന്ന് ഓടിക്കാമെന്ന് എൻ്റെ ഉറുസ് എടുത്തേന്ന്. നമുക്ക് റോണിയുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ഞാൻ റോണിയുടെ അടുത്ത് സംസാരിച്ചു. വണ്ടി വന്നിട്ടുണ്ട്. മറ്റേ നമ്മളെ പ്ലെയിനല്ല, എയർപോർട്ടിലുള്ള ഷിപ്പിലോട്ട് വന്ന്. സോ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി എടുക്കാം. വണ്ടി എടുത്തത് അവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഞാൻ ഒരു 2 പച്ച വണ്ടി. ഓക്കെ, നമ്മളെ GT3 RS ഉറുസിനോട് പാർക്ക് ചെയ്യാം. നല്ലൊരു ക്യൂട്ട് ലുക്കുണ്ട്. ഓ, സ്റ്റോക്കായിട്ട് ഇത്ര വലിയ സ്പോയിലർ സാധാരണ എനിക്ക് എതിർ ചാണ്ടിൽ ഇത്ര വലുതില്ല. ഓ, ഇതിന് എൻജിൻ ബാക്കിലല്ലേ, എൻജിൻ കാണൂലല്ലേ ഈ വണ്ടിൻ്റെ. ഇതിൻ്റെ അകത്തായിട്ടുണ്ടാവും മറ്റേ കൂളിങ്ങിൻ്റെ സംഭവം. ഫ്രണ്ടിലൊന്നും ഫ്രങ്കായിരിക്കും മിക്കവാറും. പിന്നെ ഫുൾ അകത്തെല്ലാം പച്ചയാണ്. ഞാൻ ഇതിൻ്റെ കളറ് മാറ്റിയാലും പച്ചയായിരിക്കുമോ എന്തോരം ഉണ്ടാവും മിക്കവാറും കാണുമ്പോൾ സംഭവം. ഓക്കെ, ഇത് അടച്ചേക്കാം. നമുക്ക് നോട്ടിച്ചു പോയതിനും താമസത്തേക്ക് പറക്കുന്ന. നല്ല സൗണ്ടാ. GT3 നല്ല സ്പീഡുണ്ട്. മോഡിഫൈൻ്റെ അപ്പുറത്ത് നല്ല സ്പീഡായിരിക്കും. ഇൻബിൽഡായിട്ട് സ്പോയിലറുണ്ട്. GT3 RS ആയതുകൊണ്ടായിരിക്കും. വേറെ എനിക്ക് തോന്നില്ല പോർഷൻ്റെ വേറെ കാറിൽ മറ്റേ ഇത്ര വലിയ സ്പോയിലർ. മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവാൻ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയായിട്ട് കുറേ സൈഡിൽ മറ്റേ എന്നൊക്കെ വീഡിയോ എൻ്റെ അടിപൊളി വണ്ടി കിട്ടി. എന്നെ അടുത്ത വീട്ടിൽ ഇതിനെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.